അപ്പം അടുത്ത കാലത്ത് ഇവിടെ ഒരാൾ വന്ന് പറഞ്ഞു, ഈ അടുത്ത സമയത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ഞാൻ ഇനി വീടുണ്ടാക്കണം എന്ന് വലിയ ആഗ്രഹമുണ്ട്, പക്ഷെ ഇനി വീടുണ്ടാക്കുന്നതിൽ വല്ല കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ എന്തു പറ്റി? ഒന്നുമല്ല, യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, 3-ാം ലോക മഹായുദ്ധമല്ലേ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ നടന്നുകൊണ്ടിരിക്കുന്നത് 3-ാം ലോക മഹായുദ്ധമാണ് എന്നും പറയപ്പെടുന്നു പല ആളുകളും. ഇമാം മഹ്ദി വരാറായല്ലോ, ഇനിയിപ്പോൾ വീട് വേണോ? താമസിക്കാനുള്ള സന്തോഷത്തിലും സമാധാനത്തിലും താമസിക്കാൻ കഴിയുമോ? അപ്പോൾ ഇനി എൻ്റെ വീട് പണി മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊക്കെ ചോദിച്ചു. ഞാൻ വളരെ സമാധാനത്തോടു കൂടി ആ വ്യക്തിയെ മടക്കി അയച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. പ്രിയപ്പെട്ട ഇർബദ് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ അമലുകളും മജ്ലിസുകളൊക്കെ കാണുന്ന എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ സന്തോഷവും സമാധാനവും നൽകട്ടെ. മുഅ്മിനീങ്ങളെ, നമുക്കൊക്കെ അറിയാം, വലിയ യുദ്ധങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? പല സ്ഥലങ്ങളിലും ഇന്ന് ചർച്ച. ചായക്കടയിൽ പോയാൽ അവിടെ ചർച്ച, കുട്ടികൾ കളിക്കുന്ന സ്ഥലത്ത് ചർച്ച, എല്ലാ സ്ഥലങ്ങളിലും ചർച്ച എന്നെന്താണ്? ലോകം അവസാനത്തെക്കുറിച്ചാണ്. വിശ്വാസികളും നിരീശ്വരവാദികളും എല്ലാ ആളുകളും ഒരേപോലെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായി മാറിക്കഴിഞ്ഞു ലോകാവസാനം അല്ലേ? പല ആളുകളും അതിൻ്റെ പേരിൽ പല ട്രോളുകളും പടച്ചിറക്കുന്നു, പല ആളുകളും പല റീൽസുകളും കണ്ട് ബേജാറാകുന്നു. അടുത്ത കാലത്ത് ഇവിടെ ഒരാൾ വന്ന് പറഞ്ഞു, ഈ അടുത്ത സമയത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ഞാൻ ഇനി വീടുണ്ടാക്കണം എന്ന് വലിയ ആഗ്രഹമുണ്ട്, പക്ഷെ ഇനി വീടുണ്ടാക്കുന്നതിൽ വല്ല കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ എന്തു പറ്റി? ഒന്നുമല്ല, യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, 3-ാം ലോക മഹായുദ്ധമല്ലേ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ നടന്നുകൊണ്ടിരിക്കുന്നത് 3-ാം ലോക മഹായുദ്ധമാണ് എന്നും പറയപ്പെടുന്നു പല ആളുകളും. ഇമാം മഹ്ദി വരാറായല്ലോ, ഇനിയിപ്പോൾ വീട് വേണോ? താമസിക്കാനുള്ള സന്തോഷത്തിലും സമാധാനത്തിലും താമസിക്കാൻ കഴിയുമോ? അപ്പോൾ ഇനി എൻ്റെ വീട് പണി മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊക്കെ ചോദിച്ചു. ഞാൻ വളരെ സമാധാനത്തോടു കൂടി ആ വ്യക്തിയെ മടക്കി അയച്ചു. ഇന്ന് ലോകമെമ്പാടുമുള്ള ആളുകൾ, വിശ്വാസികൾ എല്ലാവരും ഒരേപോലെ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് ഇമാം മഹ്ദി അല്ലേ? ലോകം അവസാനത്തിൻ്റെ അടയാളമായിട്ട്, വലിയ അടയാളമായിട്ട് പറയുന്നതാണ് ഇമാം മഹ്ദിയെക്കുറിച്ച്. ഇമാം മഹ്ദി വരിക തന്നെ ചെയ്യും ഇൻഷാ അല്ലാഹ്. പക്ഷേ പല ആളുകളും കരുതിയിരിക്കുന്നത് നമ്മളിങ്ങനെ സമാധാനപരമായിട്ട് നമ്മളെവിടെയെങ്കിലുമൊക്കെ പോയി ചായയൊക്കെ കുടിച്ചിരിക്കുമ്പോൾ, അതല്ലെങ്കിൽ നമ്മളെവിടെയെങ്കിലുമൊക്കെ കളിച്ചിരിക്കുമ്പോൾ, മൊബൈലിൽ ഇങ്ങനെ തോണ്ടിയിരിക്കുമ്പോൾ ഇമാം മഹ്ദി പെട്ടെന്ന് ഇങ്ങനെ വരുന്നതാണ് പല ആളുകളുടെ ധാരണ. സംസാരം കേൾക്കുമ്പോൾ അങ്ങനെയാണ് പല ആളുകളുടെയും സംസാരത്തിൽ മനസ്സിലാവുന്നത്. മുഅ്മിനീങ്ങളെ, ഇമാം മഹ്ദിയുടെ വരവിന് തക്കതായ പല കാരണങ്ങളും ഈ പ്രപഞ്ചത്തിൽ നടക്കാനുണ്ട്. നമ്മൾ അനുഭവിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ സന്തോഷപരമായിട്ട് സമാധാനപരമായിട്ട് ജീവിക്കുന്ന ഒരു അന്തരീക്ഷത്തിലല്ല ഇമാം മഹ്ദിയുടെ വരവ്. അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട മഹ്ദി ഇമാം വരിക തന്നെ ചെയ്യും ഇൻഷാ അല്ലാഹ്. അതിന് അടയാളങ്ങളായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ചില അടയാളങ്ങളുണ്ട്. നമ്മൾ വെറുതെ ഇമാം മഹ്ദി വരുന്നു എന്ന് പറയേണ്ട ആവശ്യമില്ല. നമുക്ക് മനസ്സിലാക്കാൻ ഹദീസുകളുടെ വ്യക്തമായ തെളിവോടുകൂടി ഇമാം മഹ്ദി വന്നോ, വരാറായോ, അല്ലെങ്കിൽ ജീവിച്ചിരിപ്പുണ്ടോ, എല്ലാം നമുക്കറിയുന്ന, വ്യക്തമായിട്ട് അറിയുന്ന ചില കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. നമ്മൾ പഠിക്കേണ്ടതുണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇൻഷാ അല്ലാഹ്. ഇന്ന് ഞാൻ പറയുന്നത്, മഹ്ദി ഇമാം വരികയാണെങ്കിൽ എന്താണതിൻ്റെ അടയാളം? വന്നിട്ടുണ്ടോ? അടയാളം വെച്ച് ഇസ്ലാമിൽ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇമാം മഹ്ദിയെക്കുറിച്ച് വളരെ മനസ്സിലാകുന്ന രീതിയിൽ ഒരു 5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഒന്നാമതായിട്ട് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഇമാം മഹ്ദി വരുമ്പോൾ മഹ്ദി ഇമാമിൻ്റെ പേര് ഉപ്പായുടെ പേരും ഒരുപോലെയായിരിക്കുമെന്ന്. ഇമാം മഹ്ദിയുടെ പേര് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരായിരിക്കും. അതുപോലത്തെ അവിടുത്തെ ഉപ്പയുടെ പേര് അബ്ദുള്ള എന്നായിരിക്കും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പായുടെ പേരും അബ്ദുള്ള എന്നാണ്. അപ്പോൾ നാമം കൊണ്ട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരും അവരുടെ ഉപ്പാൻ്റെ പേരുമായിരിക്കും ആർക്ക്? മഹ്ദി ഇമാമിൻ്റെ ഉപ്പയുടെ പേരും മഹ്ദി ഇമാമിൻ്റെ പേരും ഇങ്ങനെയായിരിക്കും. നമുക്ക് ഒന്നാമത്തെ അടയാളം അതാണ്. പേരുകൊണ്ട് നമുക്ക് വിലയിരുത്തുമ്പോൾ, അല്ലെങ്കിൽ പേരുകൊണ്ട് നമുക്ക് അടയാളം മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു അടയാളമാണത്. പേര് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ അടയാളമാണ്. ഇമാം മഹ്ദിയുടെ പേര് മുഹമ്മദ് എന്നായിരിക്കും, അവരുടെ ഉപ്പാൻ്റെ പേര് അബ്ദുള്ള എന്നായിരിക്കും. ഇത് രണ്ടും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരും അവരുടെ ഉപ്പാൻ്റെ പേരുമായിരിക്കും. ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്,
മുസ്ലിം സമുദായം എന്നല്ല, ഈ ലോകത്ത് ആർക്കും ഒരു സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവില്ല. ആർക്കും ഒരു സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവില്ല. എല്ലാവരും വളരെ ഭീതിയിലായിരിക്കും, വളരെ ടെൻഷനിലായിരിക്കും, വളരെ സങ്കടത്തിലായിരിക്കും. ഈമാൻ കയ്യിൽ മുറുകെ പിടിച്ച് ജീവിക്കാൻ വലിയ പ്രയാസമുള്ള സമയത്താണ് ബഹുമാനപ്പെട്ട മഹദി ഇമാം വരിക. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മഹദി ഇമാം അവരുടെ നെറ്റിത്തടം വളരെ വിശാലമുള്ള നെറ്റിത്തടമാണ്. മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ശരീരപ്രകൃതത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇമാം മഹദിയുടെ നെറ്റിത്തടം വളരെ വിശാലമുള്ള നെറ്റിത്തടമായിരിക്കും. അതുപോലെ തന്നെ മൂക്ക് നല്ല കൂർത്ത മൂക്കുകളായിരിക്കും. നല്ല ഭംഗിയുള്ള കൂർത്ത മൂക്കുകളാണ് മഹദി ഇമാമിനുണ്ടാവുക. അതുപോലെ തന്നെ മുഖം വളരെ തേജസ്സോടുകൂടിയുള്ള നല്ല അഴകുള്ള മുഖമായിരിക്കും. മദീനയിൽ ജനിച്ച ഇമാം മഹദി മക്കയിലേക്ക് പിന്നീട് വരികയാണ് ചെയ്യുന്നത്. പരിശുദ്ധമാക്കപ്പെട്ട കഅബ ഷരീഫിൻ്റെ അടുത്ത് വെച്ചാണ് ബഹുമാനപ്പെട്ട ഇമാം മഹദിയെ ജനങ്ങൾ തിരിച്ചറിയുന്നത്. കഅബ ഷരീഫിനടുത്ത് മഖാമും ഇബ്രാഹീമിൻ്റെയും അതുപോലെ തന്നെ അജറുൽ അസ്വദിൻ്റെയും ഇടയിൽ വെച്ച് ജനങ്ങൾ ഇമാം മഹദിയെ ബൈഅത്ത് ചെയ്യും. ഈ ബൈഅത്ത് ചെയ്യുന്ന സമയം ഇമാം മഹദി നിരസിക്കും, സമ്മതിക്കൂല, എതിർക്കും. ഞാൻ ഇമാം മഹദി അല്ലെന്ന് പറഞ്ഞ് എതിർക്കും. ഇമാം മഹദി എതിർക്കുമെങ്കിലും ജനങ്ങൾ ഇമാം മഹദിയെ ഒരു നേതാവായിട്ട് അംഗീകരിക്കും. നോക്കണം നിങ്ങൾ, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ അച്ചടിച്ചതുപോലെ നമ്മുടെ മുന്നിലേക്ക് കാണിച്ചു തന്ന പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം, ഇതിൽ നിലകൊള്ളുന്നത് തന്നെ വലിയ സന്തോഷമാണെന്ന് നമ്മൾ ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു നമുക്കൊക്കെ ഈമാൻ നൽകട്ടെ ഇൻഷാ അല്ലാഹ്. പാവപ്പെട്ട നമുക്കൊരു വലിയ അത്താണിയായി, വലിയ പ്രതീക്ഷയായി മാറുകയാണ് ഇമാം മഹദി. ഒരു വിഭാഗം ജനങ്ങൾ ഇമാം മഹദിയെ എതിർക്കും, ഒരു വലിയ വിഭാഗം ആളുകൾ ഇമാം മഹദിയെ കൂടി ഇമാം മഹദിയാണെന്ന് അംഗീകരിക്കും. ആ സമയത്ത് ഇമാം മഹദിയാണെന്ന് പറയൂല, അതിനെ വിമർശിക്കുമെങ്കിലും ആകാശ ലോകത്ത് നിന്നും വലിയ ഒരു ശബ്ദം നമ്മൾ കേൾക്കും. ഇത് അള്ളാഹുവിൻ്റെ പ്രതിനിധിയായ മഹദി ഇമാമാണെന്നും അദ്ദേഹത്തിനെ നിങ്ങൾ പിന്തുടരണമെന്നും ലോകമെമ്പാടുമുള്ള ജനങ്ങൾ കേൾക്കും. ആ വിധത്തിലുള്ള ശബ്ദം, ആ ഘോരമായ ശബ്ദം നമ്മൾ കേൾക്കും. ആ സമയത്താണ് ഇത് ഇമാം മഹദിയാണെന്നും ജനങ്ങളെല്ലാവരും അവരെ പിന്തുടരുകയും ചെയ്യുന്നത്. ആ സമയത്താണ് ഇമാം മഹദിയാണെന്ന് ആകാശ ലോകത്ത് നിന്ന് വിളിച്ചു പറയും. ആ സമയത്താണ് ഇമാം മഹദി യാഥാർത്ഥ്യത്തിൽ മുന്നിലേക്ക് കടന്നു വരിക. ആകാശത്തു നിന്നും അള്ളാഹുവിൻ്റെ ആ ഒരു അടയാളം, വലിയ അടയാളമാണ് നമുക്കിത്. ഇമാം മഹദിയാണെന്നുള്ള വലിയ അടയാളമാണ്. മുസ്ലിമീങ്ങളായിക്കോട്ടെ മറ്റുള്ളവരായിക്കോട്ടെ പരസ്പരം തമ്മിൽ തർക്കിക്കും, അത് ഇമാം മഹദി അല്ല, അല്ലെങ്കിൽ അത് ഇമാം മഹദിയാണെന്ന് പറഞ്ഞ് തർക്കിക്കും. ആകാശ ലോകത്ത് നിന്നുള്ള ആ ഒരു ശബ്ദം കേൾക്കുന്നതോടുകൂടി ഇത് ഇമാം മഹദി തന്നെയാണെന്ന് ലോകമെമ്പാടും ആളുകൾക്ക് മനസ്സിലാകും. ബഹുമാനപ്പെട്ട ഇമാം മഹദിക്കെതിരായിട്ടുള്ള വലിയ ഒരു ഘോര യുദ്ധം, ആളുകൾ ശത്രുക്കൾ ഒരുങ്ങി ഇമാം മഹദിയെ വധിക്കാനുള്ള ആ ഒരു തീരുമാനത്തോടുകൂടി വലിയ ഒരു യുദ്ധത്തിന് പുറപ്പെടും. ആ സമയത്ത് മക്കയുടെയും മദീനയുടെയും ഇടയിൽ വെച്ച് ബൈദ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ശത്രുക്കളെ ഭൂമിയിലേക്ക് താഴ്ത്തിക്കളയും. ഈ ഒരു അത്ഭുത രംഗം കണ്ട് ജനങ്ങളൊന്നാകെ വിശ്വസിക്കും, സുബ്ഹാനല്ലാഹ്, ഇത് ഇമാം മഹദിയാണ്. ലോകമെമ്പാടുമുള്ള ജനങ്ങൾ വിശ്വസിക്കും, ഇതാണ് ഇമാം മഹദി. ഇതിലും വലിയ അത്ഭുതം ഇനി നമ്മൾ കാണാനില്ല. അവിടെ നിന്ന് അങ്ങോട്ട് 7 വർഷം മഹദി ഇമാം ഈ ലോകം ഭരിക്കും. ഇതാണ് ഇമാം മഹദിയെക്കുറിച്ച് ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇതൊക്കെ വരാൻ പോകുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ ഇമാം മഹദി പുറത്തു വരണമെങ്കിൽ ഇവിടെ ഒരുപാട് അനീതിയും അക്രമങ്ങളും നടന്നുകൊള്ളണം. മുസ്ലിം ഉമ്മത്തിന് സഹിക്കാനും ക്ഷമിക്കാനും കഴിയാത്ത രീതിയിൽ ക്രമസമാധാനം നഷ്ടപ്പെട്ട് വലിയ പ്രയാസത്തിലേക്കും പ്രതിസന്ധിയിലേക്കും നമ്മൾ കടക്കുമ്പോഴാണ് മഹദി ഇമാമിൻ്റെ ആഗമനം. ഇന്ന് പല സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടുവരികയാണ്, പല സ്ഥലങ്ങളിലും നമ്മൾ കാണുന്നു, കേൾക്കുന്നു. അള്ളാഹു എല്ലാവർക്കും സമാധാനവും സന്തോഷവും നൽകട്ടെ. നമ്മൾ എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ തീരുമാനിച്ചാലും എത്ര നന്നാക്കിയാലും സംഭവിക്കാൻ പോകുന്നത് സംഭവിക്കുക തന്നെ ചെയ്യും. ഇന്ന് ലോകമെമ്പാടും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഇമാം മഹദി. അപ്പോൾ ഇമാം മഹദിയെക്കുറിച്ച് അറിയാത്തവരാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റുള്ള ആളുകൾക്കും ഉപകാരപ്പെടണമെങ്കിൽ ഇത് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യുക. അള്ളാഹു സ്വീകരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഇതുപോലെ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ദജ്ജാൽ. പല ആളുകളും പറയുന്നു ദജ്ജാലുണ്ട്, ജീവിച്ചിരിക്കുന്നുണ്ട്, ദജ്ജാലിനെ ചങ്ങലയിൽ ബന്ധിപ്പിച്ചിട്ടുണ്ട്, ദജ്ജാൽ ഇന്ന സ്ഥലത്തുണ്ട് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. ഇൻഷാ അല്ലാഹ്, ആരാണ് ദജ്ജാൽ? ദജ്ജാൽ ഏത് സമയത്ത് വരും?
ദജ്ജാൽ ഇപ്പോൾ ജീവനോടെ ഉണ്ടോ എന്നുള്ള എല്ലാ വിഷയങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തന്നാൽ വരും ദിവസങ്ങൾ നമുക്ക് സംസാരിക്കാം. ഇൻഷാ അല്ലാഹ് നല്ല ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.